നിയമവിരുദ്ധമായി ബ്രിട്ടനിലേക്ക് കടന്ന 40,000 അഭയാർത്ഥികളെ നാടുകടത്തുമെന്ന് റിഫോം UK നേതാവ് നിഖിൽ ഫാരേജ് പ്രഖ്യാപിച്ചു. റിഫോം UK അധികാരത്തിലെത്തിയാൽ ഹോം ഓഫീസ് ജീവനക്കാരെ ഉപയോഗിച്ച് പ്രത്യേക അവലോകനം നടത്തുമെന്നും ഇതിലൂടെ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരെയും കണ്ടെത്തുമെന്നും പാർട്ടി ആഭ്യന്തര വക്താവ് സിയ യൂസഫ് പറഞ്ഞു. ഇത് ബ്രിട്ടനിലെ അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി നിർദ്ദേശിക്കുന്ന പദ്ധതിയിൽ 3 പ്രധാന കാര്യങ്ങളാണ് ഹോം ഓഫീസ് പരിശോധിക്കുക. അഭയാർത്ഥികൾ ചെറിയ ബോട്ടുകളിലൂടെയോ ലോറികളിലോ വിമാനങ്ങളിലോ ഒളിച്ചോ രാജ്യത്ത് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും തുടരുകയാണോ എന്നതാണ് പ്രധാന പരിശോധന. ഇതിനു പുറമെ സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം അഭയാർത്ഥിയുടെ ജന്മദേശം ഇപ്പോൾ സുരക്ഷിതമാണോ എന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തും. ഈ നിബന്ധനകളിൽ ഏതെങ്കിലും ശരിയാണെന്ന് കണ്ടെത്തിയാൽ അഭയാർത്ഥിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബ്രിട്ടനിൽ തുടരാനുള്ള അനുമതി നഷ്ടപ്പെടും. സ്വമേധയാ രാജ്യം വിടുന്നതിനായി ഒരു നിശ്ചിത സമയപരിധി നൽകുമെന്നും റിഫോം UK അറിയിച്ചു. അഭയം തേടുന്നവരിൽ പലരും ചെറിയ ബോട്ടുകളിലൂടെയോ വാഹനങ്ങളിലൂടെയോ പ്രവേശിച്ചവരാണ്. ചിലർ ജോലി, പഠനം, ടൂറിസ്റ്റ് വിസകളിലെത്തി പിന്നീട് അഭയാർത്ഥി അവകാശവാദത്തിലേക്ക് മാറിയവരുമാണ്. സ്വമേധയാ മടങ്ങാൻ വിസമ്മതിക്കുന്നവരെ തടങ്കിലാക്കുകയും നിർബന്ധിതമായി നാടുകടത്തുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി. ഇതിനായി ഹോം ഓഫീസിന്റെ കീഴിൽ ഒരു പുതിയ സ്ഥാപനം രൂപീകരിക്കുമെന്നും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ഉത്തരവാദിത്തം അതിനായിരിക്കുമെന്നും റിഫോം UK അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.